മോഹനൻ കുന്നുമ്മലിന്റെ വിലക്ക് തള്ളി കേരള സർവകലാശാല രജിസ്ട്രാർക്ക് ഔദ്യോഗിക വാഹനം നൽകരുതെന്ന നിർദ്ദേശം ഉദ്യോഗസ്ഥൻ തള്ളി. ഇന്നും രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ എത്തിയത് ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ്. തനിക്ക് സ്വന്തമായി വാഹനമില്ലെന്നും സർവകലാശാലയുടെ വാഹനമേ ഉള്ളൂവെന്നും അനിൽകുമാർ മറുപടി പറയുകയും ചെയ്തു. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, ഈ വിലക്ക് തള്ളൽ തുടരുകയാണ് അനിൽകുമാർ. ആദ്യം രജിസ്ട്രാറുടെ VC-യുടെ നടപടി എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫീസിൽ കയറരുത്, ചുമതലകൾ നിർവഹിക്കരുത്. അത് അനിൽകുമാർ ഭംഗിയായി നിർവഹിച്ചു. സുരക്ഷാ ജീവനക്കാരോട് പറഞ്ഞു അദ്ദേഹത്തെ കടത്തിവിടരുതെന്ന്. അദ്ദേഹം കടന്നുപോയി. മൂന്നാമത് പറഞ്ഞതാണ് ഔദ്യോഗിക വാഹനം ഉപയോഗിക്കരുതെന്ന്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ വരികയും ചെയ്തു. സ്വന്തമായി വാഹനമില്ല. ഈ VC സ്വയം നാണം കെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് വാർത്ത? തീർച്ചയായും സിജു, ഏതായാലും വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ വാക്കുകൾക്ക് ഒരു വിലയും ഇവിടെ ഉദ്യോഗസ്ഥർ തന്നെ കൽപ്പിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. കാരണം സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ രീതിയിൽ സർവകലാശാലയിൽ പ്രവേശിക്കരുത് എന്നുള്ളൊരു വിലക്കാണ് ഏർപ്പെടുത്തിയതെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്കടക്കം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ടാണ് രജിസ്ട്രാർ KS അനിൽകുമാർ അന്ന് ഓഫീസിൽ ഇവിടെ സർവകലാശാല ആസ്ഥാനത്തെത്തിയതും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നതും അദ്ദേഹത്തിന്റെ ഫയൽ അടക്കം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള നടപടികൾ വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ രജിസ്ട്രാർ KS അനിൽകുമാർ ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനം, ആ ഔദ്യോഗിക വാഹനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള, അത് രജിസ്ട്രാറിൽ നിന്നും പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കൂടി VC കടന്നത് എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ രജിസ്ട്രാറോടും ഈ വാഹനം ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹവും രാവിലെ ഇവിടെ എത്തിയത്, അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് തനിക്ക് തൻ്റെ സ്വന്തം വാഹനത്തിലല്ല താൻ വന്നിട്ടുള്ളത്, തനിക്ക് സർവകലാശാല അനുവദിച്ചു തന്നിട്ടുള്ള വാഹനം ഔദ്യോഗിക വാഹനത്തിലാണ് വന്നിട്ടുള്ളത്, അതാണ് താൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളൊരു മറുപടി മാത്രം നൽകിയാണ് അദ്ദേഹം അകത്തേക്ക് പോയത്. ഏതായാലും VC നൽകുന്ന നിർദ്ദേശങ്ങൾ അത് സർവകലാശാലയുടെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഒന്നടങ്കം തള്ളിക്കളയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ VC-യുടെ നിലപാടുകൾ, പ്രത്യേകിച്ചും ഫയൽ നീക്കമടക്കം വലിയ തോതിൽ തടസ്സപ്പെടുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നതുകൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടത്. സിജു, ശരി ഷീജ, ഏതായാലും തനിക്ക് സ്വന്തമായി വാഹനമില്ലെന്നും സർവകലാശാലയുടെ വാഹനത്തിൽ തന്നെയാണ്, വാഹനമേ ഉള്ളൂ, അതിലാണ് വന്നതെന്നും അനിൽകുമാർ മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എനിക്ക് സ്വന്തമായി വാഹനമില്ല, സർവകലാശാലയുടെ വാഹനമാണ്.